ഞാൻ ഇന്ന് പ്രഥമൻ വെച്ചു. വൈകുന്നേരം അതിൻ്റെ പരിപാടിയായിരുന്നു. പിന്നെ ശർക്കര പാനി തയ്യാറാക്കി. പിന്നെ ചെറുപയർ പരിപ്പ് ഞാൻ കുക്കറിലാണ് വേവിച്ചത്. അത് പാത്രത്തിലേക്ക് മാറ്റി വേറെ പാത്രത്തിലാക്കി. പിന്നെ അതിന് ശേഷം അരിച്ചെടുത്തു. ശർക്കരയിൽ കല്ലുണ്ടാവും, മണ്ണും പൊടിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അരിച്ചെടുത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ ശർക്കരയിൽ അരിച്ചെടുത്തു. പിന്നെ അതിന് ശേഷം കുറച്ച് ഉപ്പ്, നമ്മൾ കുറച്ച് ഉപ്പിടണം ഇതിന് ബാലൻസ് ചെയ്യാം, മധുരത്തിന് ബാലൻസ് ചെയ്യാം. പിന്നെ ഇവിടെ തേങ്ങയൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ വാങ്ങിച്ചിട്ടാണ് അതിൽ ഒഴിച്ചത്. പിന്നെ അപ്പോൾ സാധാരണ ആൾക്കാർ പാൽ പിഴിഞ്ഞിട്ടാണ്, തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കും. ഇതിപ്പോൾ ഇവിടെ തേങ്ങയൊന്നുമില്ല, പച്ചത്തേങ്ങ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പാൽ വാങ്ങിക്കുകയില്ല, തേങ്ങാപ്പാൽ. പിന്നെ കുറച്ച് ഏലക്കായ്പ്പൊടി എടുത്ത് പൊടിച്ച് അത് ചേർത്തു. പിന്നെ ഞാൻ ഈ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്ത് കോരി ഇടുക ചെയ്താൽ, പിന്നെ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ അതും ഇട്ടു. പിന്നെ കുറച്ച് നന്നായിട്ട് വെന്തുപോയി, വറവ് കുറഞ്ഞു പോയി. അതുകൊണ്ടാണ് വറുത്തിട്ടായിരുന്നു ചെയ്യേണ്ടത്. അത് കുറച്ച് വറവ് കുറഞ്ഞു പോയി. പിന്നെ ചെറുപയർ പരിപ്പ് നന്നായിട്ട് വറക്കണമായിരുന്നു. വറവ് കുറഞ്ഞു പോയാൽ ഇങ്ങനെ അടിഞ്ഞു പോകും. പക്ഷേ രുചിക്കൊരു കുറവില്ല കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞാനിന്ന് പ്രഥമൻ വെച്ചു. പിന്നെ അങ്ങനെ ഇന്നത്തെ കാര്യം ഇങ്ങനെയായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രുചിയായിരുന്നു. ഓക്കെ.